ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്. ഒരു സംവിധാനം മുഴുവൻ അർജുന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി എന്താണ് ദേശീയപാത 66-ൽ അർജുന് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ. ഞാൻ നിൽക്കുന്ന സ്ഥലം ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂരു ഗ്രാമത്തിൽ. എൻ്റെ ഇടതുഭാഗത്ത് ശിരൂരു മലനിരകൾ, ആ മലയടിവാരത്തിൽ വലതുഭാഗത്ത് ഗംഗാവലി, കുത്തിയൊലിച്ചൊഴുകുന്ന ഗംഗാവലി പുഴയുടെ തീരത്താണ്. ഒരു പുഴ കരകവിഞ്ഞൊഴുകുന്നതോ വെള്ളപ്പൊക്കമോ ഒന്നും കോഴിക്കോട്ടുകാർക്കോ മലയാളികൾക്കോ ഒട്ടും അപരിചിതമല്ല. പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള വീട്ടുകാർക്ക് വീട്ടുപടിക്കൽ വരെ പൂനൂർ പുഴ കടന്നെത്താറുള്ളത് സ്വാഭാവികമായ അനുഭവമാണ്. ജീവിത പ്രയാസങ്ങളോട് പൊരുതി വളർന്നവനാണ് അർജുൻ. കുടുംബം പുലർത്താൻ 23-ാമത്തെ വയസ്സിൽ വലിയ വാഹനത്തിന്റെ വളയം പിടിച്ചു തുടങ്ങിയതാണ്. കോഴിക്കോട് കിണാശ്ശേരിയിലുള്ള മനാഫിന്റെയും മുനീബിന്റെയും ലോറിയാണ് 8 വർഷത്തോളമായി അർജുൻ ഓടിക്കുന്നത്. മിക്കവാറും ഒറ്റയ്ക്കായിരുന്നു ഈ ദൂരയാത്രകൾ അത്രയും. ഈ മാസം 8-ന് ബെൽഗാമിലെ കൂപ്പിൽ തടിയെടുക്കാൻ പോയതും ഒറ്റയ്ക്ക് തന്നെയാണ്. കോട്ടയ്ക്കലിൽ നിന്ന് മൈസൂരുവിലേക്കും അതുവഴി കുശാൽ നഗറിലേക്കും അവിടെ നിന്ന് ബെൽഗാമിലേക്കും അതായിരുന്നു റൂട്ട്. അക്കേഷ്യയുടെ 300 കഷണം ലോഡുമായാണ് അർജുൻ തിരിച്ചു വരുന്നത്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂർ ഗ്രാമത്തിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത. ഈ ശിരൂർ കുന്നിൻ്റെ ഓരത്തായി ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ലോറി ഡ്രൈവർമാരും മറ്റു സഞ്ചാരികളും ഞാനിപ്പോൾ ഇരിക്കുന്ന ലക്ഷ്മണ ബൊമ്മയുടെ കടയുടെ മുന്നിൽ വിശാലമായ ഈ സ്ഥലത്ത് അവർ വിശ്രമിക്കാനായി. പുഴയിൽ നിന്ന് കാഴ്ചകൾ കാണാം. പുഴയ്ക്കപ്പുറം മറ്റൊരു ഗ്രാമമാണ് ഉൾവരെ. ആ ഗ്രാമത്തിൻ്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ധാരാളമുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. നദിയുടെ ഭാഗത്തായി 47-കാരനായ ലക്ഷ്മൺ നായിക്കും ഭാര്യ ശാന്തിയും നടത്തുന്ന ചായക്കടയുണ്ട്. ലക്ഷ്മണന്റെ വീടും കടയ്ക്ക് തൊട്ടടുത്താണ്. ജൂലൈ 16-ാം തീയതി ചൊവ്വാഴ്ച 3:50 അർജുൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ലക്ഷ്മണയ്യയുടെ ചായക്കടയുടെ തൊട്ടു മുന്നിൽ വിശാലമായൊരു പാർക്കിംഗ് സ്പേസിലെത്തി. അവിടെ കിടന്നുറങ്ങുന്നു. 5:30 സുഹൃത്ത് വന്ന് വിളിക്കുന്നു. അപ്പോഴും സുഖനിദ്രയിലാണ്. ചില്ലുകളെല്ലാം പൊക്കിയിട്ട് ഭാരത് ബെൻസിന്റെ ലോറിയിലാണ് കിടന്നുറക്കുന്നത്. അർജുനെ അവസാനമായി കണ്ട ലോറി ഡ്രൈവറും ഈശ്വരമംഗലം സ്വദേശിയായ സവാദ് പറയുന്നത് 5:30-ക്കും അർജുനെ അവിടെ സ്പോട്ട് ചെയ്തു എന്നാണ്. ഇവരൊരുമിച്ചാണ് ബൽഗാവിയിലെ രാംനഗറിൽ നിന്ന് ലോഡെടുത്ത് യാത്ര തുടങ്ങിയത്. മഴ പെയ്യുന്നത് കാരണം അത് പറയാനാണ് സവാദ് ലോറി നിർത്തി അർജുനെ വിളിച്ചത്. അപ്പോൾ സമയം പുലർച്ചെ 5:30. 3:50-നെത്തി ഉറങ്ങാൻ കിടന്ന് അർജുൻ ഗാഠനിദ്രയിലാണ്ടിരുന്നു. ലോറിയിൽ മുൻഭാഗം എല്ലാ ചില്ലുകളും പൂട്ടി സുഖനിദ്രയിലായിരുന്നു അർജുൻ. സവാദിന്റെ വിളി കേട്ടില്ല. സമയം 8:33. പൊടുന്നനെ ശിരൂർ കുന്നിടിഞ്ഞു. സുനാമി പോലെ വെള്ളമുയർന്ന് 280 മീറ്ററോളം വീതിയുള്ള ഗംഗാവലി പുഴയ്ക്ക് മറുകരയിലുള്ള ഗ്രാമത്തിലേക്ക് വീശിയടിക്കുന്നു. 3 വീടുകൾ അപ്പാടെ തകർന്നു. ദേശീയപാതയ്ക്ക് മുകളിലൂടെ ഈ മണ്ണും കുന്നുമിടിഞ്ഞ് ഗംഗാവലി പുഴയുടെ മൊത്തത്തിൽ ചായക്കടക്കാരൻ ലക്ഷ്മൺ നായിക്കിന്റെയും ഭാര്യയുടെയും 2 മക്കളുടെയും അടക്കം കുടുംബത്തിലെ 5 പേരുടെയും തമിഴ്നാട്ടുകാരനായ 2 ലോറി തൊഴിലാളികളുടെയും അടക്കം 7 മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച തന്നെ പുഴയിൽ കണ്ടെത്തി. മറുകരയിലുള്ള മാടങ്കേരി ഗ്രാമത്തിലെ കാണാതായ 9 പേരിൽ ഒരു സ്ത്രീയുടെ മൃതദേഹവും കണ്ടെത്തി. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ പാചകവാതക ടാങ്ക് ലോറികളിലൊന്ന് 7 കിലോമീറ്റർ അകലെ നിന്നാണ് കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ ഡ്രൈവർമാരുടെ മൃതദേഹം കണ്ടെത്തിയത് ഏറെ അകലെ ഗോകർണത്ത് കടലിൽ വെച്ചാണ്.
അർജുൻ ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെയാണ്. പിന്നീട് അർജുനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് കുടുംബം അറിയുന്നത്. ആദ്യം ചേവായൂർ പോലീസിൽ പരാതി നൽകി. രാത്രിയിൽ തന്നെ കാത്തിരിക്കാൻ വയ്യാതെ അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതനും ബന്ധു പ്രസാദും ട്രെയിൻ മാർഗം ഷിരൂരിലേക്ക് പുറപ്പെട്ടു. ഇതിനു മുൻപേ ലോറിയുടെ ഉടമയുടെ സഹോദരൻ മുബീനും ഷിരൂരിലേക്ക് തിരിച്ചിരുന്നു. ഷിരൂരിലെത്തിയ സംഘം കണ്ടതത്രയും നിരാശാജനകമായ കാഴ്ചകളാണ്. ഒരു പോലീസ് ജീപ്പും ഒരു മണ്ണുമാന്തി യന്ത്രവും മാത്രമാണ് സംഭവ സ്ഥലത്തുള്ളത്. തിരച്ചിൽ എന്നത് വെറും പ്രഹസനം മാത്രം. എത്ര പേർ മണ്ണിനടിയിൽപ്പെട്ടെന്നോ എത്ര വാഹനങ്ങളുണ്ടെന്നോ ഒരു കണക്കുമില്ല. ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തിടുക്കമാണ് അധികൃതർക്കെന്ന് തോന്നിയ രീതിയിലാണ് ആദ്യം മണ്ണെടുപ്പ് നടക്കുന്നത്. 30 കിലോമീറ്റർ ചുറ്റി വനമേഖലയിലൂടെ സഞ്ചരിച്ചാണ് അഭിജിത്തും സംഘവും ദുരന്തഭൂമിയിലെത്തിയത്. ഇതിനിടെ ലോറി ഉടമ മനാഫുമെത്തി. പലതവണ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങി. അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹകരണവും സഹായവും തുടക്കത്തിൽ ലഭിച്ചില്ല. ഒടുവിൽ സഹോദരിയായ അഞ്ജു കോഴിക്കോട് MP MK രാഘവനെ കാണുന്നു. പരാതി പറയുന്നു. ഒപ്പം മാധ്യമങ്ങളെയും വിവരമറിയിച്ചു. റിപ്പോർട്ടറിന്റെ കോഫി വിത്ത് എന്ന പരിപാടിയിൽ സാനിയോ ഈ വിഷയം ലോകശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. മറ്റു മാധ്യമങ്ങളിലും വിഷയം റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും മണ്ണിടിച്ചിലുണ്ടായി 3-ാം ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയതിന്റെ നിരാശയിലാണ് കുടുംബം. ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ലെന്ന് തിരിച്ചറിഞ്ഞ റിപ്പോർട്ടർ ചാനൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ നിരന്തരം ഉറച്ചിരുന്നു. മറ്റു വാർത്തകളിൽ പലതും നമ്മൾ ചെറുവാർത്തകളായി സംപ്രേഷണം ചെയ്തു. പ്രാധാന്യം കൂടുതൽ എയർ ടൈമും അർജുനന്റെ തിരച്ചിലിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടു. KC വേണുഗോപാൽ സഹോദരി അഞ്ജുവുമായി സംസാരിച്ചു. ഉറപ്പ് നൽകി. MP അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് ഇടപെടാമെന്ന് ഉറപ്പ് നൽകി. അതോടുകൂടി കാര്യങ്ങൾക്ക് ഗൗരവം വർദ്ധിച്ചു. കർണാടക ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ തിരച്ചിലിന് സന്നാഹം. എവിടെയാണ് ലോറി എന്നത് ലൊക്കേറ്റ് ചെയ്യണം. അതായിരുന്നു ആദ്യത്തെ ശ്രമം. അതിന് ആദ്യം നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ISROയുടെ സാറ്റലൈറ്റ് ഇമേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി. അതും ആദ്യഘട്ടത്തിൽ കിട്ടിയില്ല. ആദ്യത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ആദ്യത്തെ 3 ദിവസം തീർച്ചയായും ജില്ലാ ഭരണകൂടം അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളും സാധ്യതകളും ഇങ്ങനെയാണ്. ഷിരൂർ കുന്നിന്റെ താഴ്വരയിൽ ഈ വാഹനം പാർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് ലോറി ഉണ്ടാകാമെന്ന നിഗമനത്തിലായിരുന്നു കേരളത്തിൽ നിന്ന് പോയ തിരച്ചിൽ സംഘവും ലോറിയുടമയും. അവരുടെ നിർബന്ധത്തിനു തന്നെ വഴങ്ങി മാധ്യമങ്ങൾ കൂടി അവരുടെ ആവശ്യം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ MLAയും സ്റ്റേറ്റും ആ ഭാഗത്തേക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ഷിരൂർ കുന്നുകൾക്ക് തൊട്ടുതാഴെ മലയടിവാരത്തിൽ മണ്ണിൽ പുതഞ്ഞ് ഭാരത് ബെൻസിന്റെ ലോറിയും ലോഡും ഉണ്ടാവും അർജുനോടൊപ്പം എന്നതായിരുന്നു ആദ്യത്തെ സാധ്യത. 3 ദിവസങ്ങളിൽ തുടർച്ചയായി അവിടെ തെരച്ചിൽ നടത്തി. 6 ദിവസം തെരച്ചിൽ പൂർത്തിയാക്കിയിട്ടും അവിടെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. സൂറത്കൽ NITയിൽ നിന്നുള്ള പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള റഡാറിന്റെ സംഘം അവിടെ എത്തി. കഷ്ടിച്ച് 4 മീറ്റർ താഴെ മാത്രം ശക്തിയുള്ള തിരച്ചിലിന് ശേഷിയുള്ള റഡാറിൽ ലഭിച്ച സിഗ്നലുകളെല്ലാം വിഫലമായി. വാഹനത്തിന്റെ GPS എന്ന സിഗ്നൽ എന്ന് കണ്ടെത്തിയ സ്ഥലത്തും തെരച്ചിൽ നടത്തി. അവിടെയും ഫലമുണ്ടായില്ല. അതിവേഗം തെരച്ചിൽ കരസേനയുടെ മറാത്തി ഇൻഫൻട്രി ബറ്റാലിയൻ കൂടി എത്തിയതോടുകൂടി വേഗത പ്രാപിച്ചു. 40 അംഗങ്ങളുള്ള മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള കരസേന ശക്തമായ തിരച്ചിലിന് നേതൃത്വം നൽകി. പക്ഷെ അവരും നിസ്സഹായരായി. മണ്ണുമാന്തി യന്ത്രങ്ങളുടെ യന്ത്രവിരലുകൾക്കുമപ്പുറം മനുഷ്യരസാധ്യമായ കാഴ്ചകളാണ് നമ്മൾ അവിടെ കണ്ടത്. ഒടുവിൽ 7 ദിവസം പിന്നിട്ടപ്പോൾ ഒന്നുറപ്പിച്ചു. ഷിരൂർ കുന്നിന്റെ താഴ്വരയിൽ അർജുന്റെ വാഹനം ഇല്ല. ഇനി 2 സാധ്യതകൾ മാത്രമാണുള്ളത്. കുന്നിന്റെ താഴ്വരയിൽ അർജുന്റെ വാഹനമില്ലെങ്കിൽ മറുഭാഗത്ത് പുഴയുടെ അരികിൽ ആ വാഹനം ഉണ്ടാകാനുള്ള സാധ്യത. അതായത് ലക്ഷ്മണന്റെ കടയുടെ തൊട്ടുപുറകിൽ. അത്രയും വേഗത്തിൽ മണ്ണ് ഇടിച്ച് ഈ ലോറിയെ പുഴയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടാവാം. അതിനു പുറത്ത് മഡ് അഥവാ മണ്ണും ചെളിയും പാറക്കഷ്ണങ്ങളും അടിഞ്ഞു വീണിട്ടുണ്ടാവാം. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യണം. സ്പോട്ട് നമ്പർ 1. രണ്ടാമത്തെ സ്പോട്ട് പിന്നീട് നാവികസേനയ്ക്ക് ലഭിച്ച സിഗ്നലുകളിൽ ഒന്ന്
പുഴയുടെ ഒത്ത മധ്യത്തിലുള്ള മൺകൂനയോട് ചേർന്നുള്ള പ്രദേശത്ത് തീരത്തു നിന്നും 40 മീറ്റർ അകലെ ഒരു ദുർബലമായ സിഗ്നൽ ലഭിക്കുന്നു. ആ ഭാഗത്തുള്ള അന്വേഷണം വ്യാപിപ്പിക്കാൻ വേണ്ടി നാവികസേനയുടെ ഏറ്റവും മികച്ച സ്കൂബ വിദഗ്ധർ ഒരു ദിവസം മുഴുവൻ 8ാമത്തെ ദിവസം പൂർണ്ണമായും തെരച്ചിൽ നടത്തി. തെരച്ചിലിനൊടുവിൽ ഒരുപാട് അഭ്യൂഹങ്ങളും കുപ്രചരണങ്ങളും ഉണ്ടായി. അതിലാദ്യത്തെ അഭ്യൂഹങ്ങളിലൊന്ന് അർജുൻ്റെ മൊബൈൽ ഫോൺ പുഴയിലോ അതല്ലെങ്കിൽ കരയിലോ 2 ദിവസത്തിന് ശേഷവും റിങ് ചെയ്തു എന്നാണ്. പക്ഷേ CDRൽ അർജുൻ അവസാനമായി സംസാരിച്ചത് ഇതേ സ്പോട്ടിൽ ഭാര്യയോടും പിന്നീട് സുഹൃത്തിനോടുമാണ്. അതും 16-ാം തീയതി അർജുൻ ലോറി പാർക്ക് ചെയ്യുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഭ്യൂഹം ഈ ഗംഗാവാലി പുഴയിൽ ടാങ്കർ വീണ് വലിയ ഉഗ്രസ്ഫോടനം നടന്നുവെന്നും ആ ഉഗ്രസ്ഫോടനത്തിൻ്റെ ഭാഗമായി മറുകരയിലുള്ള ആളുകൾക്ക് പൊള്ളലേറ്റുവെന്നുമാണ്. പക്ഷേ ഞങ്ങൾ മറുകരയിലുള്ള ആളുകളുമായി സംസാരിച്ചു. അവർക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു പൊള്ളലും ഒരു സ്ഫോടനത്തെ തുടർന്നുണ്ടായിട്ടില്ല. എന്നാൽ ഈ 11 kV വലിയ ലൈനുകൾ വലിയ ശബ്ദത്തോടു കൂടി പുഴയിൽ പതിച്ചെന്നും അത് സ്പാർക്ക്